നമ്മളിൽ പലരും ജീവിക്കുന്നത് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയല്ലേ? പലപ്പോഴും തോന്നിയിട്ടില്ലേ, ഈ കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും ഒക്കെ പ്രതീക്ഷകൾക്കിടയിൽപ്പെട്ട് നമ്മൾ ആരാണെന്ന് പോലും മറന്നുപോകുന്നുവെന്ന്? ആ ഓട്ടത്തിനിടയിൽ ഒവിടെയോ വെച്ച് നമ്മുടെ യഥാർത്ഥ സന്തോഷം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഈയൊരു അവസ്ഥയിൽ നിന്ന് മാറി നമുക്ക് വേണ്ടി ജീവിക്കാൻ എങ്ങനെയാണ് തുടങ്ങാൻ പറ്റാ? വാ, നമുക്ക് ഒരുമിച്ചതൊന്ന് കണ്ടുപിടിക്കാം. നിങ്ങളൊന്ന് ചുറ്റും നോക്കിക്കേ. ചില ആളുകൾ എന്ത് സന്തോഷത്തോടെയും ആത്മവിശ്വാസത്തോടെയുമാണ് ഓരോ ദിവസവും ജീവിക്കുന്നത്. അതേസമയം മറ്റു ചിലർ ഒരു പക്ഷേ അതേ സാഹചര്യങ്ങളിൽ തന്നെ എപ്പോഴും നിരാശരായി കാണപ്പെടുന്നു. എന്തുകൊണ്ടായിരിക്കും ഇത്? ഈയൊരു പ്രധാനപ്പെട്ട ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്കുള്ള ഒരു യാത്രയാണ് നമ്മളൊന്ന് നടത്തുന്നത്. അപ്പോ നമ്മുടെ ഒന്നാമത്തെ ഭാഗം, എപ്പോഴാണ് നമ്മൾ മറ്റുള്ളവർക്കു വേണ്ടി ജീവിക്കാൻ തുടങ്ങുന്നത്? പലപ്പോഴും നമ്മുടെയൊക്കെ അസന്തോഷത്തിന്റെ തുടക്കം എവിടെയാണെന്നറിയാമോ? നമ്മൾ പോലും അറിയാതെ പുറമെയുള്ള കാര്യങ്ങളെ പഴിചാരുന്ന ആ ഒരു ശീലത്തിൽ നിന്നാണ്. നമുക്കതിലേക്ക് കുറച്ചുകൂടി ആഴത്തിലൊന്നു നോക്കാം. ഈ കാണുന്ന രണ്ട് ചിന്താഗതികൾ തമ്മിലുള്ള വ്യത്യാസം നോക്കൂ. ഒരു വശത്ത് ഇരമനോഭാവം, അതായത് എന്റെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം എന്റെ കുടുംബമാണ്, സമൂഹമാണ്, അല്ലെങ്കിൽ പണമില്ലാത്തതാണ്. ഇങ്ങനെ നമ്മൾ ഓരോരുത്തരെയായി കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ സ്റ്റിയറിംഗ് മറ്റൊരാളുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. പക്ഷെ മറുവശത്ത് നോക്കൂ, ഉത്തരവാദിത്വം ഏറ്റെടുക്കൽ. സാഹചര്യങ്ങൾ ഒരുപക്ഷെ മോശമായിരിക്കാം, സമ്മതിച്ചു. പക്ഷേ അതിനോട് എങ്ങനെ പ്രതികരിക്കണം എന്നതിന്റെ റിമോട്ട് കൺട്രോൾ അത് പൂർണ്ണമായും നമ്മുടെ കയ്യിലാണ്. ഈ ഒരു തിരിച്ചറിവാണ് യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്കുള്ള നമ്മുടെ ആദ്യത്തെ ചവിട്ടുപടി. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് എത്തുന്നു: നിയന്ത്രണം ഏറ്റെടുക്കുക. ആ കുറ്റപ്പെടുത്തലുകളൊക്കെ അവസാനിപ്പിച്ച് നമ്മുടെ ജീവിതത്തിന്റെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് നമ്മൾ തന്നെ കയറിയിരിക്കുന്ന ആ ഒരു നിർണായക നിമിഷം. അതെങ്ങനെ സാധ്യമാക്കാമെന്ന് നോക്കാം, അല്ലേ? ഈയൊരു വാചകം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും നമ്മൾ ഏറ്റെടുക്കുന്ന ആ ഒരൊറ്റ നിമിഷം നമ്മുടെ ഉള്ളിലൊരു വലിയ മാറ്റത്തിന് തുടക്കമാവുകയാണ്. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത് നിർത്തിയിട്ട്, ഓക്കെ, ഈ അവസ്ഥയിൽ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് ചിന്തിച്ച് തുടങ്ങുമ്പോൾ തന്നെ ജീവിതത്തിന്റെ കടിഞ്ഞാൻ നമ്മുടെ കൈകളിലേക്ക് തിരികെ വരും. അപ്പോ എങ്ങനെയാണ് നമ്മൾ ഈ നിയന്ത്രണം ഏറ്റെടുക്കുക? അതിന് സിമ്പിളായിട്ട് 3 വഴികളുണ്ട്. ഒന്നാമതായിട്ട് നമ്മുടെ ചിന്തകളെ ഒന്ന് ശ്രദ്ധിച്ചു തുടങ്ങുക. കാരണം നമ്മുടെ തലയിലോടുന്ന ഓരോ ചെറിയ ചിന്തയുമാണ് പിന്നീട് നമ്മുടെ വികാരങ്ങളായും പ്രവൃത്തികളായും മാറുന്നത്. രണ്ടാമത്, നമ്മളെ പിന്നോട്ട് വലിക്കുന്ന ചില വിശ്വാസങ്ങളുണ്ട്. എന്നെക്കൊണ്ടിത് പറ്റില്ല, ഞാനൊന്നിനും കൊള്ളില്ല എന്നൊക്കെയുള്ള നമ്മുടെ ഉള്ളിലിരുന്ന് ആരോ പറയുന്ന പോലെ. അതിനെ തിരിച്ചറിയുക. മൂന്നാമതായി, ആ നെഗറ്റീവ് ചിന്തകളെ വെറുതെ വിടരുത്, അതിനെ ചോദ്യം ചെയ്യുക. എന്നിട്ട് ബോധപൂർവം നല്ല ചിന്തകൾ കൊണ്ട് ആ സ്ഥാനത്ത് വെക്കുക. ഓർക്കുക, നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ലോകം പണിയുന്നത്. തീർച്ചയായും ഈ യാത്ര അത്ര എളുപ്പമൊന്നുമല്ല. നമ്മളെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്ന ഒരു വലിയ വില്ലനുണ്ട്. അതാണ് ഭയം. തോറ്റുപോകുമോ എന്നുള്ള പേടി, മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്നുള്ള പേടി, പുതിയ മാറ്റങ്ങളെ നേരിടാനുള്ള പേടി. ഇതൊക്കെ വളരെ സ്വാഭാവികമാണ്. പക്ഷെ വിജയമെന്ന് പറയുന്നത് ഭയമില്ലാത്തൊരവസ്ഥയല്ല. മറിച്ച് പേടിയുണ്ടായിട്ടും സാരമില്ല, ഞാൻ മുന്നോട്ടു പോകും എന്ന് തീരുമാനിക്കുന്നിടത്താണ് യഥാർത്ഥ ധൈര്യം ജനിക്കുന്നത്. ഇനി നമ്മൾ മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്: സ്വയം അറിയുക. യഥാർത്ഥ സന്തോഷം പുറത്തുള്ള കാറിലോ വീട്ടിലോ നേട്ടങ്ങളിലോ തിരയുന്നത് വീടിന്റെ താക്കോല് നഷ്ടപ്പെട്ടതിനു ശേഷം റോഡിൽ തിരയുന്നത് പോലെയാണ്. യഥാർത്ഥ നിധി ഒളിഞ്ഞിരിക്കുന്നത് എവിടെയാണെന്നറിയാമോ? നമ്മുടെ ഉള്ളിലാണ്. ആ ഇന്നർ വർക്കിനെക്കുറിച്ചാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത്. എന്താണ് ഈ ആത്മസ്നേഹം അല്ലെങ്കിൽ സെൽഫ് ലവ്? ഇതൊരിക്കലും സ്വാർത്ഥതയല്ല, മറിച്ച് നമ്മുടെ സ്വന്തം മൂല്യം നമ്മൾ തന്നെ തിരിച്ചറിയുക, നമ്മുടെ കഴിവുകളിൽ ശ്രദ്ധിക്കുക. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ എല്ലാത്തിലും പെർഫെക്റ്റ് ആകേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിലാക്കുക. ഇതാണ് ആത്മാഭിമാനത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറ. അടുത്തത് തനിമ. അതായത് മറ്റൊരാളെ അനുകരിക്കുകയോ സമൂഹത്തിനു വേണ്ടി ഒരു മുഖമൂടി അണിയുകയോ ചെയ്യാതെ നമ്മുടെ സ്വന്തം മൂല്യങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും അനുസരിച്ച് സത്യസന്ധമായി ജീവിക്കുക. നമ്മളായിരിക്കുക. നമ്മളോട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്: ഞാൻ ശരിക്കും ആരാണ്? എന്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് സത്യത്തിൽ എന്താണ് വേണ്ടത്? സ്വയം കരുണ കാണിക്കുക. ഒന്ന് ആലോചിച്ചു നോക്കൂ, നമുക്കൊരു തെറ്റു പറ്റിയാൽ നമ്മളെ തന്നെ എത്ര കഠിനമായിട്ടാണ് വിമർശിക്കാറല്ലേ? അതിനു പകരം ഒരു നല്ല സുഹൃത്തിനോട് പെരുമാറുന്നത് പോലെ അത്രയും ദയയോടെ സ്വയം പെരുമാറുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. പരാജയങ്ങൾ എന്ന് പറയുന്നത് നമ്മളെ സ്വയം ശിക്ഷിക്കാനുള്ള കാരണങ്ങളല്ല, മറിച്ച് അതിൽ നിന്നും പഠിക്കാനുള്ള പാഠങ്ങളാണ്. ഇതൊരു കരുത്താണ്, അല്ലാതെ ഒരു ദൗർബല്യമല്ല. അപ്പോ നമ്മുടെ ഉള്ളിലെ കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങി. ഇനി അടുത്ത ഘട്ടം എന്താണ്? ഈ മാറ്റം എങ്ങനെ നമ്മുടെ പുറം ലോകത്ത്,
നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം. അതെ, 4ാമത്തെ ഭാഗം, ലക്ഷ്യത്തോടെ ജീവിക്കുക. നമ്മുടെ ശ്രദ്ധ, ആരോഗ്യം, ലക്ഷ്യങ്ങൾ എന്നിവയെല്ലാം ഒരുമിച്ച് കൊണ്ടുപോയി അർത്ഥപൂർണമായ ഒരു ജീവിതം നയിക്കുന്നതിനെക്കുറിച്ചാണ് നമ്മളിനി കാണാൻ പോകുന്നത്. ഇതൊരു സിമ്പിൾ പക്ഷേ വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ആശയമാണ്. നമ്മുടെ ജീവിതം എപ്പോഴും നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ദിശയിലേക്കാണ് സഞ്ചരിക്കുക. നമ്മൾ എപ്പോഴും പ്രശ്നങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ ജീവിതത്തിൽ എവിടെ നോക്കിയാലും പ്രശ്നങ്ങളെ കാണുകയുള്ളൂ. എന്നാൽ നമ്മുടെ ഫോക്കസ് അവസരങ്ങളിലേക്കും സാധ്യതകളിലേക്കും മാറ്റിയാൽ പുതിയ വഴികൾ തനിയെ തെളിഞ്ഞു വരുന്നത് കാണാം. വ്യക്തമായ ലക്ഷ്യങ്ങളില്ലാത്ത ഒരു ജീവിതം എന്ന് പറയുന്നത് ഒരു മാപ്പുമില്ലാതെ ഒരു വലിയ യാത്രയ്ക്ക് പോകുന്നതുപോലെയാണ്. എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ഒരു പിടിയുമില്ലാതെ നമ്മൾ അലഞ്ഞു തിരിയും. ലക്ഷ്യങ്ങൾ നമുക്ക് കൃത്യമായ ഒരു ദിശാബോധം നൽകുന്നു, നമ്മുടെ വെറും ആഗ്രഹങ്ങളെ വ്യക്തമായ പദ്ധതികളാക്കി മാറ്റുന്നു. അപ്പോൾ പിന്നെ നമ്മൾ ഓരോ ദിവസവും ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾക്ക് പോലും ഒരു വലിയ അർത്ഥം കൈവരും. നമ്മുടെ ശരീരവും മനസ്സും ഇത് രണ്ടും രണ്ടല്ല, ശരിക്കും പറഞ്ഞാൽ ഒന്നാണ്. നല്ല ഭക്ഷണം ശരീരത്തിന് ഊർജം നൽകുമ്പോൾ തന്നെ മനസ്സിനും ഒരു തെളിച്ചം നൽകുന്നു. വ്യായാമം ശരീരത്തിന് കരുത്ത് നൽകുമ്പോൾ നമ്മുടെ മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ സഹായിക്കുന്നു. അതുപോലെ മതിയായ ഉറക്കം ശരീരത്തിന് വിശ്രമം നൽകുമ്പോൾ നമ്മുടെ ശ്രദ്ധയും മനോഭാവവും മെച്ചപ്പെടുത്തുന്നു. അതുകൊണ്ട് നമ്മുടെ ശരീരത്തെ പരിപാലിക്കുന്നത് നമ്മുടെ അടിസ്ഥാനപരമായ ഒരു ഉത്തരവാദിത്തം തന്നെയാണ്. ഇനി നമ്മൾ എത്തുന്നത് ഒരുപക്ഷേ ഈ ചർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ടതും ശക്തിവാന്യതുമായ ഒരു ആശയത്തിലേക്കാണ്: സന്തോഷം തിരഞ്ഞെടുക്കുക. അതെ, സന്തോഷം എന്നത് നമ്മൾ എവിടെയെങ്കിലും പോയി കണ്ടുപിടിക്കേണ്ട ഒരു നിധിയല്ല, മറിച്ച് എല്ലാ ദിവസവും നമ്മൾ ബോധപൂർവം തെരഞ്ഞെടുക്കുന്ന ഒരു തീരുമാനമാണ്. നമ്മളിൽ പലരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്: എനിക്ക് ആ ജോലി കിട്ടിയാൽ ഞാൻ ഹാപ്പിയാകും, അല്ലെങ്കിൽ അത്രയും പണമുണ്ടെങ്കിൽ എന്റെ ജീവിതം സന്തോഷമാകും എന്നൊക്കെ. പക്ഷെ അതല്ല സത്യം. സന്തോഷം എന്ന് പറയുന്നത് പുറമേയുള്ള സാഹചര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്ന ഒരു ലക്ഷ്യസ്ഥാനമല്ല, മറിച്ച് ഓരോ ദിവസവും നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരു മനോഭാവമാണ്. അത് ഭാവിയെക്കുറിച്ചുള്ള ഒന്നല്ല, ഈ നിമിഷത്തെക്കുറിച്ചുള്ളതാണ്. അപ്പോ എങ്ങനെയാണ് നമുക്ക് ഈ സന്തോഷം ഒരു ശീലമാക്കി മാറ്റാൻ കഴിയാം? നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴുള്ള നല്ല കാര്യങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങാം. വലിയ നേട്ടങ്ങൾക്കായി കാത്തിരിക്കാതെ ഓരോ ദിവസത്തെയും ചായ കുടിക്കുന്നതോ ഒരു പാട്ട് കേൾക്കുന്നതോ പോലുള്ള ചെറിയ നിമിഷങ്ങളിൽ ആനന്ദം കണ്ടെത്താം. മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിന് കൂടുതൽ അർത്ഥം കണ്ടെത്താം. അനാവശ്യ കാര്യങ്ങൾ ഒഴിവാക്കി ജീവിതം ലളിതമാക്കാം. പിന്നെ ഏറ്റവും പ്രധാനമായി, കഴിഞ്ഞുപോയതിനെക്കുറിച്ചോ വരാനിരിക്കുന്നതിനെക്കുറിച്ചോ ആകുലപ്പെടാതെ ഈ നിമിഷത്തിൽ ഇവിടെ ജീവിക്കാൻ പഠിക്കാം. നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതിന്റെ എല്ലാം ആകത്തുക ഈ ഒരൊറ്റ വാചകത്തിലുണ്ട്: സന്തോഷം ഒരു തെരഞ്ഞെടുപ്പാണ്. അത് നമ്മൾ കാത്തിരിക്കേണ്ട ഒന്നല്ല, ഓരോ നിമിഷവും നമ്മൾ സ്വയം സൃഷ്ടിക്കേണ്ട ഒന്നാണ്. ഇത്രയും കേട്ടപ്പോൾ ഒരു കാര്യം വ്യക്തമായില്ലേ? നമ്മുടെ ജീവിതത്തിന് നിയന്ത്രണം മറ്റാരുടെയോ കയ്യിലല്ല, അത് നമ്മുടെ മാത്രം കയ്യിലാണ്. മറ്റുള്ളവർക്ക് വേണ്ടിയല്ലാതെ നമ്മുടെ സ്വന്തം സന്തോഷത്തിനും മൂല്യങ്ങൾക്കും വേണ്ടി ജീവിക്കാനുള്ള ശക്തി നമുക്കെല്ലാവർക്കുമുണ്ട്. അപ്പോൾ എന്റെ ചോദ്യം ഇതാണ്: ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോവാൻ തീരുമാനിക്കുന്നത്?